അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ കാണുന്ന ടാപ്പിൽ വേണ്ടത്ര ഫോഴ്സ് കിട്ടുന്നില്ല. അപ്പോൾ ഫോഴ്സ് വളരെ കിട്ടേണ്ട സ്ഥലമാണ്, എന്നാലും നമുക്ക് അതിൽ വെള്ളം അല്പം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് പ്രധാനമായും നമ്മൾ മിക്ക വീടുകളിലും ഇത്തരത്തിൽ ടാപ്പിന് കംപ്ലൈൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ അഴിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് നേരെ കാണുന്ന ഫിൽറ്റർ, അതായത് ഫോം ടൈപ്പ് പതഞ്ഞ് വരുന്ന ടാപ്പുകളിലാണെങ്കിൽ വരുന്ന ഒരു ഫിൽറ്റർ ടൈപ്പുണ്ട്. അപ്പോൾ അത് അഴിക്കുക, അതല്ലെങ്കിൽ ഡിസ്ക് അഴിക്കുക. ഈ 2 ഭാഗങ്ങളിലാണ് പ്രധാനമായും വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫിറ്റിങ്സിനുള്ളിൽ എന്തെങ്കിലും ബ്ലോക്കേജ് വരുമ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെള്ളം വരാത്തതിൻ്റെ കാരണങ്ങളിലൊന്നായ ഫിൽറ്റർ തന്നെ ആദ്യം നമ്മൾ അഴിച്ച് നോക്കുക. അപ്പോൾ ഫിൽറ്ററിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫിൽറ്ററിനകത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഫിൽറ്റർ പോയിരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് നാളം പഴക്കമുള്ള ഒരു ടാപ്പായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫിൽറ്ററൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഫിൽറ്ററിന് വേണ്ടത്ര പ്രശ്നങ്ങളില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് അഴിച്ചു മാറ്റേണ്ട ഭാഗം എന്ന് പറയുമ്പോൾ ആ ലിവറിന് തൊട്ട് താഴെയായിട്ട് ഒരു അലയങ്കി കാണാൻ സാധിക്കും. ആ അലയങ്കി നമ്മൾ കറക്റ്റ് അലയങ്കി ബോക്സിൽ ഏത് അലയങ്കി സെറ്റാണ് വേണ്ടത് എന്ന് അത് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് അത് അലയങ്കി സ്ക്രൂ അഴിക്കുക. അഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇന്നർ സെറ്റ് കാണാൻ സാധിക്കും. അത് അഡ്ജസ്റ്റബിളോ പൈപ്പ് റേഞ്ചോ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റുമ്പോൾ ഇതിപ്പോൾ വെള്ളം ലൈവായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാൽവ് അടച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇന്നർ സെറ്റൊക്കെ തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിനകത്ത് ഒരു ഇലയുടെ വേസ്റ്റോ അങ്ങനെ എന്തൊക്കെ വന്നാണ് അടയാൻ കാരണം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ എങ്ങനെയാണോ അഴിച്ചത് അതേപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.